തൃണമൂൽ കോൺഗ്രസിന്റെ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച മറ്റന്നാൾ. PV അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിലാണ് ചർച്ച. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് കൂടിക്കാഴ്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനത്തിൽ ധാരണയാക്കുകയാണ് ലക്ഷ്യം. മുന്നണി പ്രവേശനമില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. അഷ്കറിലേക്ക് വരുമ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. അഷ്കർ, വെരി ഗുഡ് ഈവനിങ് അഷ്കർ. അങ്ങനെ PV അൻവർ ഇനി ഒറ്റയ്ക്കായിരിക്കുമോ അതല്ല തൃണമൂൽ കോൺഗ്രസ് ആയി UDFിലേക്ക് പോവുകയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നിലവിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? PV അൻവർ ഒറ്റയ്ക്ക് വന്നാൽ സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് PV അൻവർ പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വന്നാൽ PV അൻവർ ഒറ്റയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമോ? അത് UDFിന് ദോഷം ചെയ്യില്ലേ? നിലവിലെ സാഹചര്യത്തിൽ 23 നടക്കുന്ന കൂടിക്കാഴ്ച അത് ഏറ്റവും നിർണായകമായ ഒന്നാവുന്നത് എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കൂടി സ്വാധീനിക്കാവുന്ന ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് ഇപ്പോൾ 23 നടക്കുന്ന കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. PV അൻവറും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും നമ്മളെ ചർച്ചയിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും തൃണമൂൽ കോൺഗ്രസ് എത്തുക. 23 ശേഷം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലെടുക്കുകയും ചെയ്യും. എങ്ങനെ വന്നാലും UDFുമായി നിരുപാധിക പിന്തുണ UDFിന് നേരത്തെ അൻവർ നൽകിയിരുന്നെങ്കിലും അത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് PV അൻവറുടെ ക്യാമ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുന്നണി പ്രവേശനം നടന്നില്ല എങ്കിൽ അവിടെ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി നിർത്താനും മത്സരിപ്പിക്കാനും തന്നെയാണ് PV അൻവർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടതുപക്ഷത്തിന് അവിടെ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതാണ്. PV അൻവറുടെ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ PV അൻവറോ അല്ലെങ്കിൽ അൻവറുടെ സ്ഥാനാർത്ഥിയോ മത്സരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക LDFിനായിരിക്കും. അത് തിരിച്ചടിയാവുക UDFിനായിരിക്കും. UDFിൻ്റെ വോട്ട് ബാങ്കിലായിരിക്കും അത് വലിയ വിള്ളൽ വീഴ്ത്താൻ പോകുന്നതും. സ്വാഭാവികമായും അൻവറിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയും പരാജയപ്പെടുന്നതിലേക്ക് വരെ അതൊരു പക്ഷേ സാഹചര്യം ഒരുക്കിയിരിക്കും. അങ്ങനെയെങ്കിൽ അത് UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സെമി ഫൈനലായി കാണുന്ന നിലമ്പൂരിൽ അൻവർ ഇത്തരത്തിൽ പരാജയപ്പെട്ടാൽ അത് വലിയ തോതിൽ UDFിന് തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. താങ്ക് യു അഷ്കർ.